കൂട്ടുകാരെ നമസ്കാരം. ഇത് കണ്ടോ, എൻ്റെ വീട്ടിലെ പച്ചമുളക് ചെടിയിൽ എന്തുമാത്രം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഒറ്റ ഒരു പച്ചമുളക് ചെടിയിൽ ഇത്രയും പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്ത് വളമാണ് ഇടുന്നതെന്നും ജൈവ സ്ലറി, അതായത് മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ജൈവ സ്ലറിയാണ് ഉപയോഗിച്ചത് എന്നും, വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ജൈവ സ്ലറിയാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത്. തുടക്കത്തിലാണെങ്കിൽ ശരിക്കും മുരടിപ്പുണ്ടായിരുന്നു കേട്ടോ. വലിയ ചെടിയായതിന് ശേഷമാണ് ഇത് പൂവും കായും ഉണ്ടായിട്ടുള്ളത്. കുഞ്ഞിലേ ഉണ്ടല്ലോ ഭയങ്കര മുരടിപ്പായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കി ആഴ്ചയിൽ 3 തവണ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുരടിപ്പൊക്കെ മാറി. ഇപ്പം കണ്ടോ, ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഒറ്റൊരു ചെടിയാണ് ഇപ്പം ഞാൻ ഒടിഞ്ഞു പോവേ എന്ന മട്ടിലാണ് അത് നിൽക്കുന്നത്. ഞാൻ അതിനിപ്പോൾ ഒരു കമ്പ് കൊടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു താങ്ങ് കൊടുത്ത് കെട്ടി നിർത്തിയാലുണ്ടല്ലോ 2-3 ദിവസം കഴിഞ്ഞ് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഒരു കൊപ്പിൽ കണ്ടോ എന്തുമാത്രം മുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒറ്റ ഒരു പച്ചമുളക് ചെടിയാണ്. തറയിലോ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ പിന്നെ ചാക്കിലോ ഒന്നുമല്ല ഞാൻ നട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ തുടക്കത്തിൽ യൂട്യൂബ് തുടങ്ങി കൃഷി ഞാൻ ഒരു കുറ്റിയിലാണ് ചെയ്തിരുന്നത്. ആ കുറ്റിയിലാണ് ഇപ്പം മുളക് നട്ട് പിടിപ്പിച്ചേക്കുന്നത്. വിത്ത് പാകി കിളിപ്പിച്ചിട്ട് തൈയാണ് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ തൈ എടുത്ത് ഞാൻ ഈ കുറ്റിയിൽ നട്ട് പിടിപ്പിച്ചതായിരുന്നു. ഇതിൽ 2-3 ഐറ്റം മുളകുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ മുളക് ചെടിയിലാണ് മുളക് ഉണ്ടായിട്ടുള്ളത്. വളപ്രയോഗം അടുത്ത വീഡിയോയിൽ.